സോ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നോക്കിയത് ബേസിക്കലി ഫ്രീ വേരിയബിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, ബേസിക് വേരിയബിൾസ് എന്താണ്, ഫ്രീ വേരിയബിൾസ് എന്താണ്. അതായത് ബേസിക്കലി നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഇങ്ങനത്തെ ആയിരുന്നു. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് തരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ബേസിക്കലി ഞാൻ ഒരു ആ സെയിം കൺസെപ്റ്റുകൾ തന്നെയാണ്, സെയിം പ്രോബ്ലം സെറ്റ് തന്നെയാണ്, പക്ഷേ ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സബ്സെറ്റ് ഓഫ് പ്രോബ്ലംസ് ബേസിക്കലി ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അക്കാഡമിക് എക്സാംസിന് കുറവാണ്, എന്നാലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൂടുതലും ചോദിക്കാറുണ്ട്. കാരണം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലൊരു ഷോർട്ട് കട്ട് മെത്തേഡും കൂടിയുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഷോർട്ട് കട്ടായിട്ട് വരുന്നത്. ബേസിക്കലി നമ്മൾ ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഒറ്റ ഇക്വേഷനേ നമുക്കിവിടെ ഉള്ളൂ. ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ടിങ് എന്താണ്, നമ്മൾ എ എക്സ് ഈക്വൽ ടു 0 ആണ്. കാരണം ഇതൊരു ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ എയും എക്സും നമ്മൾ ഡിഫൈൻ ചെയ്യണം. ബി 0 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് എന്താണ്, 1 2 3. അതായത് എക്സ് വൈ സെഡ് ടൈംസ് എക്സ് വൈ സെഡ്. ഇതാണ് നമ്മൾ എക്സ് മാട്രിക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1/n ആണ് അല്ലേ, ബേസിക്കലി 1/3. ഇവിടുത്തെ കേസിൽ 1/3. അപ്പോൾ ഈ 1/n വരുന്ന ഫോർമാറ്റിൽ എ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ ഷോർട്ട് കട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് അല്ലെങ്കിൽ നള്ളിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതായത് n - r, അതായത് n - r എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ r എന്ന് പറയുന്നത് 1 ആണ്. കാരണം എ എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ റാങ്ക് 1 ആണ്, ഒരു റോയേ ഉള്ളൂ. അപ്പോൾ r = 1, n = 3. അപ്പോൾ n - r എന്താണ്, 3 - 1 = 2. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് ആണ്. അപ്പം 2 ഫ്രീ വേരിയബിൾസ് ആൾറെഡി വന്നു. അപ്പോൾ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബാക്കിയുള്ളത് അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0യിൽ 2 എണ്ണം എന്തായാലും ഫ്രീ വേരിയബിളാണ്. അപ്പോൾ ബാക്കിയുള്ളത് മാത്രമാണ് ബേസിക്. അപ്പോൾ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 1 ആയിരിക്കും. അപ്പോൾ ഇതിൽ ആരാണ് ബേസിക് വേരിയബിൾ, ആരാണ് ഫ്രീ വേരിയബിൾ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ എ എന്ന് പറഞ്ഞ മാട്രിക്സ് എന്തായിരുന്നു, ഇതാണ് നമ്മുടെ എയുടെ മാട്രിക്സ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമ്മൾ ഫോർവേഡ് എലിമിനേഷൻ ചെയ്ത് റെഡ്യൂസ്ഡ് റോ എച്ചിലോൺ ഫോർമാറ്റിലാക്കിയിട്ട് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് നമ്മുടെ ബേസിക് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുത്തതല്ലേ, ബേസിക് വേരിയബിൾ. അപ്പോൾ ഈ ബേസിക് വേരിയബിളായിട്ട് നമ്മൾ എടുത്തത് റെഡ്യൂസ്ഡ് റോ, എ മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റ് ആക്കി മാറ്റി അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ ബേസിക് വേരിയബിളായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയഗണലായിട്ട് വരുന്ന ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ. അതായത് ഈ ഒരു എലമെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ ഡയഗണലായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കാരണം ഒരു റോ അല്ലേ ഉള്ളൂ. അപ്പം ഒബ്വിയസ്ലി ഈ ഒരു എലമെൻറ്റ് ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്മുടെ ബേസിക് വേരിയബിൾ. ഓക്കെ, അപ്പം വൈയും ഇസഡും ഫ്രീ വേരിയബിളാണ്, ഫ്രീ വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈനും ഇസഡിനും ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. കാരണം വൈ ഇസഡിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത സാധനങ്ങളാണ്. അപ്പം വൈ എന്ന് പറയുന്നതിനെ ഞാൻ ആൽഫ എന്നും ഇസഡ് എന്ന് പറയുന്നതിനെ ഞാൻ ബീറ്റ എന്നും അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ഇനി വൈൻ്റെയും ഇസഡിൻ്റെയും അല്ലെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെയും ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൊടുത്ത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ എക്സ് പ്ലസ് ആൽഫ പ്ലസ് വൈയുടെ വാല്യൂ ആൽഫ, ഇസഡിൻ്റെ വാല്യൂ ബീറ്റ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ആൽഫ മൈനസ് ബീറ്റ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി, ഇസഡിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വേരിയബിൾ മെട്രിക്സ് എല്ലാം കിട്ടാൻ മതിയല്ലോ. മൈനസ് ആൽഫ മൈനസ് ബീറ്റ ആൽഫ ബീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് പക്ഷേ ഇങ്ങനെ നമുക്കിത് സൊല്യൂഷനാണ്. ബട്ട് നമ്മുടെ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എത്രയായിരുന്നു? ഇതായിരുന്നു അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ നള്ളിറ്റി ചെയ്യുന്നു ഫ്രീ വേരിയബിൾസ് എന്നും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നും വിളിച്ചു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡയമെൻഷൻസ് എന്നും വിളിച്ചു. അപ്പോൾ നമ്പർ ഓഫ് ഡയമെൻഷൻസ് 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ബേസിസ് വെക്റ്റേഴ്സ് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇതിനെ ആൽഫയിലും ബീറ്റയിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് തരാം. അപ്പം മൈനസ് ആൽഫ 0 ഈ മാട്രിക്സ് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. പ്ലസ് മൈനസ് ബീറ്റ 0 ബീറ്റ. ഈ മാട്രിക്സ് സം ചെയ്ത് ഈ രണ്ട് മാട്രിക്സ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ മാട്രിക്സ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആൽഫ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ആൽഫ എടുത്ത് നമ്മൾ -1 1 0, അടുത്ത ബീറ്റ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ -1 0 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ രണ്ടുമാണ് നമ്മുടെ ബേസിസ് വെക്റ്റേഴ്സ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ബേസിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് കട്ട് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്തത്? നമ്മൾ 1/n മാട്രിക്സ് ആയിരിക്കണം, അതിൻ്റെ നള്ളിറ്റി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് എലമെൻറ്റാണ് ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്തത്. ബേസിക് വേരിയബിൾസ് ഇങ്ങനത്തെ കേസിൽ ഒരെണ്ണം മാത്രമേ വരത്തുള്ളൂ, ബാക്കിയെല്ലാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഇപ്പോൾ നമ്മൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ മാട്രിക്സ് ഒന്നും എഴുതേണ്ട ആവശ്യം ഇതിലില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി എഴുതുന്നുള്ളൂ. ഇപ്പോൾ PQRST ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1, n എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പം നള്ളിറ്റി എന്ന് പറയുന്നത് എന്താണ്? n-r, അതായത് 5 - 1 = 4. അപ്പോൾ 4 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അല്ലേ. ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് നമ്മൾ ടെക്നിക്ക് അനുസരിച്ച് എന്താണ്? ഇത് മാത്രമാണ്. അപ്പോൾ ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തത് P ആണ്. അപ്പോൾ ബേസിക് വേരിയബിൾ P ആണ്, ബാക്കി എല്ലാ വേരിയബിളും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ QRST എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിനെന്ത് ചെയ്യാം? ആൽഫ ബീറ്റ ഗാമ മ്യൂ എന്ന് പറഞ്ഞ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പം P എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക്കലി മൈനസ് ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഗാമ മൈനസ് മ്യൂ. ബേസിക്കലി ഈ വാല്യൂ എല്ലാം എടുത്ത് നിങ്ങൾ ഇതിലോട്ട് പ്ലഗ് ഇൻ ചെയ്ത് വെച്ച് കൊടുത്താൽ അപ്പോൾ നമുക്ക് ബേസിക് വേരിയബിളിന് നമുക്ക് ഈ ഒരു ആൽഫ ബീറ്റയിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് നമ്മൾ നമ്മുടെ മാട്രിക്സിൽ ഇട്ട് കൊടുത്താൽ മൈനസ് ആൽഫ അതായത് നമ്മൾ വേരിയബിൾ മാട്രിക്സിൽ ഇട്ട് കൊടുത്താൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഗാമ മൈനസ് മ്യൂ, ആൽഫ ബീറ്റ ഗാമ മ്യൂ. ഇതിനെ ഇനി വേരിയബിൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതും? മൈനസ് ആൽഫ 0 0 0 പ്ലസ് മൈനസ് ബീറ്റ 0 ബീറ്റ 0 0 പ്ലസ് ബീറ്റ മൈനസ് ഗാമ 0 0 ഗാമ 0 പ്ലസ് മൈനസ് മ്യൂ 0 0 0 0 മ്യൂ. സോറി, മ്യൂ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ വേരിയബിൾസ് മാത്രം സ്പ്ലിറ്റ് ചെയ്തെടുത്തല്ലേ. വേരിയബിൾസിനെ എല്ലാം കോമൺ ആയിട്ട് ആൽഫ ബീറ്റ എല്ലാം കോമൺ ആയിട്ട് വെളിയിലെടുത്താലോ. ആൽഫ ഇൻറ്റു -1 1 0 0 0 പ്ലസ് ബീറ്റ ഇൻറ്റു -1 0 1 0 0 പ്ലസ് ഗാമ ഇൻറ്റു -1 0 0 1 0 പ്ലസ് മ്യൂ ഇൻറ്റു -1 0 0 0 1. അപ്പോൾ ഇതിൽ നമ്മുടെ ബേസിസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബേസിസ് വെക്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡയമെൻഷൻസ് എത്രയായിരുന്നു? 4 ഉണ്ടാകും. അപ്പം നമുക്ക് 4 ബേസിസ് വെക്റ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പം ഇനി ഒരു കേസ് എന്ന് പറയുന്നത്
ഈ ആൽഫ ബീറ്റ ഗാമ മ്യൂ ഇതെല്ലാം 0 ആയിരുന്നെങ്കിൽ, ഓക്കെ, ഇതെല്ലാം 0 ആയിരുന്നെങ്കിൽ ഈ വെക്റ്റർ എന്താണ്, നമ്മുടെ ഈ വെക്റ്റേഴ്സ് എല്ലാം, അതായത് നമ്മുടെ ഈ വെക്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യണം, അതായത് ഇതാണ് നമ്മുടെ വെക്റ്റേഴ്സ് അല്ലേ, ഇതാണ് നമ്മുടെ ഇതിന് നമ്മൾ ഓരോന്നും വെക്റ്റേഴ്സാണ്, ഈ 4 ഈ മാട്രിക്സിനകത്ത് കിടക്കുന്നതിലും ഓരോ വെക്റ്റേഴ്സാണ്. നമുക്ക് അതിനെ x1 x2 x3 x4 എന്ന് പറയാം. അപ്പോൾ ഈ ആൽഫ ബീറ്റയും ഗ്യാമയും മ്യൂ എല്ലാം 0 ആണെങ്കിൽ ഈ വെക്റ്റേഴ്സ് x1 x2 x3 x4 നമുക്ക് 0 ആണെങ്കിൽ ഈ വെക്റ്റേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഇവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ സൊല്യൂഷൻ സ്പേസ് ഇതാണ്. ഓക്കെ, അതിലെ ബേസിസ് വെക്റ്റേഴ്സാണ് ഈ മാട്രിക്സിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ബേസിസ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഈ ആൽഫ ബീറ്റ ഗാമ എല്ലാം മ്യൂ എല്ലാം 0 ആയിരിക്കണം. ഓക്കെ, സോ അതിന് നമുക്കൊരു നോട്ടായിട്ട് എഴുതാം. അപ് ടു എക്സ് എന്ന് പറയുന്ന കുറേ വെക്റ്റേഴ്സ് നിങ്ങൾക്കുണ്ട്, കോളം വെക്റ്റേഴ്സ് സച്ച് ദാറ്റ് C1 x1 C2 x. അപ്പോൾ നമ്മുടെ സിസ്റ്റം ബേസിക്കലി C1 x1 + C2 x2 + Cn xn എന്ന് പറയുന്ന ആ സിസ്റ്റം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ C1 C2 Cn അപ് ടു Cn 0 ആയിരിക്കും. ഇത് 0 അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് ഞാൻ LD എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ C1 C2 അപ്പോൾ Cn എല്ലാം അതെന്ത് ചെയ്യണം, 0 ആയിരുന്നാൽ മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് തന്നിരിക്കുക C1 x1 + C2 x2. സോ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ടു 0 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ C1, C2 എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത് ഇൻഡിപെൻഡൻ്റ് ആയത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസ് നമുക്ക് അറിഞ്ഞിരിക്കുക, നമ്മൾ C1 x1 = -C2 x2 എന്ന് എഴുതി മാറ്റിയിട്ട് x1 = -C2/C1 × x2 എന്ന് പറഞ്ഞ റിലേഷൻ എഴുതരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ x1 x2 ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് അർത്ഥം എന്താണ്, ഒരു വേരിയബിളിനെ ഉപയോഗിച്ച് മറ്റേ വേറൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ C2/C1 എന്ന് പറയുന്നത് എന്താണ്, 0/0 ഫോർമാറ്റിലായി. കാരണം C2 C1 0 ആയതുകൊണ്ടാണല്ലോ അവർ ഇൻഡിപെൻഡൻ്റ് ആയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ എഴുതരുത്, ഇത് റോങ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് x1 എന്ന് പറയുന്ന ഒരു വെക്റ്റർ 1 2, x2 എന്ന് പറയുന്ന വേറൊരു വെക്റ്റർ 2 4. ഇവിടെ x2 എന്ന് പറയുന്നത് 2x1 ആണ് അല്ലേ. അതായത് x1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് x2 കിട്ടും. അപ്പം 2x1 - x2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇവിടെ C1 എന്ന് പറയുന്നത് എന്താണ്, 2ഉം C2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇത് C1, C2 ≠ 0 ആണ്. അപ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഹോമോജിനസ് ലീനിയർ ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ. ഇവിടെ നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡയമെൻഷൻ എന്ന് പറയുന്നത് n-r ആണ്. 3 - 1 = 2. ഓക്കെ, ബേസിസ് വെക്റ്റർ എന്ന് പറയുന്നത് -1 1 0. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. -1 1. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് x1 എന്ന് പറയുന്നത് എന്താണ്, C1 × -1 1 0. ഞാൻ ആൽഫ ബീറ്റ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് സ്ട്രൈറ്റ് അവേ C1 C2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. -1 0 1 40 0 0. ഞാനിത് പെട്ടെന്ന് ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. ഞാൻ സ്ട്രേറ്റ് അവേ സൊല്യൂഷനിലേക്ക് ഞാൻ പോയതാണ്. അപ്പം നോൺ ഹോമോജനസ് ആയിട്ടുള്ള ഒരു ലീനിയർ സിസ്റ്റം എടുത്തതേ ഉള്ളൂ. അതിൽ നമുക്ക് ഈ സെയിം ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ കോൺസ്റ്റൻറ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു മെട്രിക്സ് ആയിട്ടാണ് എഴുതിയത്. ഇത് രണ്ടുമാണ് നമ്മുടെ ഇവിടുത്തെ ബേസിസ്. ഓക്കെ, ഇവിടെ ഉണ്ട് C1 C2. C1 C2 0 ആണെങ്കിൽ ഒബ്വിയസ്ലി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, 0 അല്ലെങ്കിൽ ആ കേസുകളിലെല്ലാം ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും.
ഇനി നമുക്ക് രണ്ട് റിസൾട്ട്സ് ഉണ്ട്. അത് നേരത്തെ പഠിച്ചത് തന്നെ ഈ കേസിൽ ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ പ്രീവിയസ് കുറേ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്താണ് അതിൻ്റെ റാങ്ക് ലെസ് ദാൻ അതിൻ്റെ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണെന്ന് പറയുമ്പോൾ എന്താണ് ഒബ്വിയസ്ലി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അതേപോലെ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസ് വാല്യൂ സെയിം ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്ത് സൊല്യൂഷൻ്റെ ടൈപ്പ് ഡിറ്റർമിനൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമുക്ക് അതിൽ നിന്ന് അസോസിയേറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഒന്നെന്ന് പറയുന്നത് x1 x2 xn എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നമ്പർ ഓഫ് കോളം വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന മാട്രിക്സ്, അതാണ് നമ്മളിവിടെ R എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, R എന്ന് പറഞ്ഞ മാട്രിക്സ്, ആ മാട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിൻ്റെ സെയിം ആണെങ്കിൽ എന്താണ്, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ ഇൻഡയറക്ട്ലി അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0 അല്ല, നോൺ 0 ആണ്. ഓക്കെ, അതായത് സിംഗുലർ മാട്രിക്സ് അല്ല, ഡിറ്റർമിനൻ്റ് വാല്യൂ 0 അല്ല എങ്കിൽ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലീനിയർലി ഡിപെൻഡൻറ്റ് നമ്മളിവിടെ എന്താണ് ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. ആ 3 വേരിയബിൾസ് ഉള്ള ഈ മാട്രിക്സ് വെച്ചുണ്ടാക്കിയ ഒരു മാട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതെന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതിൻ്റെ അർത്ഥം എന്താണ്, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു 0 ആണ്. അപ്പം ലീനിയർലി ഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതായത് ബേസിക്കലി നമുക്ക് 1 സ്റ്റെപ്പിൽ പറയാതെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ ലീനിയർലി ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്കിനി അടുത്ത ലെക്ചറിൽ നമുക്ക് എയ്ഗൻ വാല്യൂസ്, എയ്ഗൻ വെക്റ്റേഴ്സാണ് നോക്കേണ്ടത്. താങ്ക് യു.